അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അഥവാ നമ്മളിലേക്ക് കടന്നു വന്ന അതിഥി യാത്രയാകുന്ന ഈ സമയത്ത് ഓരോ വിശ്വാസിയും അവരുടെ ഉള്ളകം നീറുകയാണ്. ഞങ്ങൾ അനുഷ്ഠിച്ച നമസ്കാരവും നോമ്പും സക്കാത്തും ദാനധർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ചുവോ? എൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഇവിടെയാണ് ആദം അലൈഹിസ്സലാമിൻ്റെ രണ്ട് മക്കളായ ഖാബീലിൻ്റെയും ഹാബീലിൻ്റെയും ചരിത്രം ഈ ഒരു അവസരത്തിൽ നാം ഓർമ്മിക്കേണ്ടത്. ആദം അലൈഹിസ്സലാമിൻ്റെ രണ്ട് മക്കളായ ഖാബീലിനോടും ഹാബീലിനോടും അള്ളാഹു ബലിദാനം കൊണ്ട് കൽപ്പിച്ചു. രണ്ടുപേരും ആ ബലിദാനം നിർവഹിച്ചു. പക്ഷേ അള്ളാഹു ഒരുവനിൽ നിന്നാണ് ആ ബലിദാനം അള്ളാഹു സ്വീകരിച്ചത്. അപ്പോൾ ഖാബീൽ ഹാബീലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയും. ആ സമയത്ത് ഹാബീൽ ഖാബീലിനോട് പറഞ്ഞത് ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു കർമ്മങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് തഖ്വയുള്ളവരുടെ, ദോഷബാധയെ സൂക്ഷിക്കുന്നവരുടെ അഥവാ ദൈവബോധമുള്ളവരുടെ, അള്ളാഹുവിൻ്റെ പ്രീതിയെ കാംക്ഷിക്കുന്നവരുടെ കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. പരിശുദ്ധ റമളാനിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട, വരച്ചു വെക്കേണ്ട ഖുർആനിൻ്റെ ഒരു വചനമാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആ തഖ്വ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ നാവിനെ കെട്ടഴിച്ചു വിട്ട് മറ്റ് മനുഷ്യരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന സംസാരങ്ങൾ എന്നിൽ നിന്നുണ്ടാകുന്നുണ്ടോ? സ്വന്തം ജീവിത പങ്കാളി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അതിലൊരു ചെറിയ മുടി കണ്ടതിൻ്റെ പേരിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ടോ? പ്രായമായ ഉപ്പയോ ഉമ്മയോ നമ്മുടെ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ രോഗങ്ങളുമായി തള്ളി നിൽക്കുമ്പോൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും അവർ ഒരുപാട് തളർന്നും തകർന്നും പോകുന്ന സന്ദർഭമാണ്. ആ സമയം ആ ഉമ്മയെ ആ ഉപ്പയെ ചേർത്തുപിടിച്ച് അവരെ മനസ്സിനെ നൊമ്പരപ്പെടുത്താതെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെയും കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ തഖ്വയുള്ളവരാണ് സഹോദരന്മാരെ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത്തഖ്വാ ഹാഹുന. തഖ്വ ഇതാ ഇവിടെയാണ്, നമ്മുടെ മനസ്സകത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരിക്കലും എടുത്തു മാറ്റുകയില്ല. നമ്മുടെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിന്നും സ്വയം മാറാനും സ്വയം സംസ്കൃതനാകാനും തയ്യാറാകുന്ന വ്യക്തിയെയാണ് റബ്ബെടുത്തു മാറ്റുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. തീർച്ചയായും അള്ളാഹു ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും എടുത്തു മാറ്റുകയില്ല. സ്വയം മാറാനും നന്നാകാനും തയ്യാറാകുമ്പോഴാണ് അള്ളാഹു നമ്മെ മാറ്റുന്നത്. ഒരു മാസക്കാലം നാം അനുഷ്ഠിച്ച ഈ നോമ്പിലൂടെ നമുക്ക് കിട്ടിയ ഈ തഖ്വയും നവചൈതന്യവും വരുന്ന 12-11 മാസവും അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാനും, ഇനിയും ഒരു റമളാനിന് നാം ഈ ലോകത്തില്ല എങ്കിൽ അള്ളാഹുവെ ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേ റഹ്മാനെ. ഖബറിൽ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണേ അള്ളാഹുവേ. ധാരാളം റമളാനുകൾ ഇനിയും ഞങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യണേ. അസ്സലാമു അലൈക്കും